നമസ്കാരം. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആനന്ദ് TV അവതരിപ്പിക്കുന്ന ലോകജാലകത്തിൽ വിവിധ മേഖലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കാണാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളെയും അറിയാൻ ആഗ്രഹിക്കുന്ന സംഭവ വികാസങ്ങളും കാണാക്കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദേശസ്നേഹം നെഞ്ചിലൊരു തീയായി കൊണ്ടു നടക്കുന്നവർക്ക് ആ ഫെബ്രുവരി 14 ഒരിക്കലും മറക്കാനാകില്ല. കമിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും അങ്ങനെ പ്രണയമുള്ളിൽ സൂക്ഷിക്കുന്ന എല്ലാവരും ഫെബ്രുവരി 14 എന്നൊരു ദിനമുണ്ടെങ്കിൽ പ്രണയദിനം ആഘോഷിക്കും. എന്നാൽ അതേ പ്രണയദിനത്തിലാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഒരു വീരമൃത്യു വാർത്ത നമ്മളെ തേടിയെത്തിയത്. 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണം. 6 വർഷം കഴിഞ്ഞിട്ടും പുൽവാമ ഭീകരാക്രമണം ജനമനസ്സുകളിൽ ഒരു തീരാനോവായി കിടക്കുന്നു. ഇന്നത്തെ ലോകജാലകത്തിൽ നമ്മൾ ഒന്നുകൂടി ഓർത്തെടുക്കുന്നത് അന്നത്തെ പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ചാണ്. അന്ന് പുൽവാമയിൽ എന്താണ് സംഭവിച്ചത്? 2019 ഫെബ്രുവരി 14 ഉച്ച കഴിഞ്ഞ് 3:15 അവധി കഴിഞ്ഞ് മടങ്ങുന്നവർ അടക്കം കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ 2500ഓളം സൈനികർ 78 ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ദേശീയപാത 44-ൽ അവന്തിപുരയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാൻ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി. ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസ്സും തിരിച്ചറിയാനാവാത്ത വിധം തകർന്നു. മൃതദേഹങ്ങൾ 100 മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറിത്തെറിച്ചു. പിന്നാലെ എത്തിയ ബസ്സുകൾക്കും സ്ഫോടനത്തിൽ കേടുപാടുകൾ പറ്റി. പൂർണ്ണമായി തകർന്ന 76-ാം ബറ്റാലിയന്റെ ബസ്സിൽ 40 പേരാണ് ഉണ്ടായിരുന്നത്. നിരവധി ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിടി സ്വദേശി VV വസന്തകുമാറും ഉണ്ടായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പുൽവാമ കാക്കപ്പോറ സ്വദേശി ആദിൽ അഹമ്മദ് ആയിരുന്നു ചാവേർ. ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ അനന്തരവൻ റഷീദ് മസൂദ് 2017 നവംബറിൽ പുൽവാമയിൽ CRPFുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. 2018 ഒക്ടോബർ 31 അസ്ഹറിന്റെ രണ്ടാമത്തെ അനന്തരവൻ ഉസ്മാൻ തൽഹ റഷീദിനെ CRPF വധിച്ചു. ഇതിന് പകരം വീട്ടുമെന്ന് അസ്ഹർ പ്രഖ്യാപിച്ചിരുന്നു. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷിക ദിനമായ ഫെബ്രുവരി 9 തീവ്രവാദികൾ ആക്രമണം നടത്തുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി NIA ജമ്മു കശ്മീർ പോലീസുമായി ചേർന്ന് 12-അംഗ വിദഗ്ധ സംഘത്തെ അയച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ കാറിൽ 300 കിലോഗ്രാമിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. അതിൽ 80 കിലോഗ്രാം RDX, അമോണിയം നൈട്രേറ്റ് എന്നിവ ഉൾപ്പെടുന്നു. സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും നിർമ്മാണ സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചതാകാമെന്ന് അന്ന് ലഫ്റ്റനന്റ് ജനറൽ ഹൂഡ പറഞ്ഞിരുന്നു. ചാവേർ ആക്രമണത്തിന് ഉപയോഗിച്ച കാറിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള DNA സാമ്പിളുകളിൽ ആദിൽ അഹമ്മദ് ദാറിന്റെ പിതാവിന്റെ DNA സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നതിനാൽ ചാവേർ ബോംബറുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാനും ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംസ്കാര ചടങ്ങുകൾ അവരുടെ സ്വന്തം നാടുകളിൽ നടന്നു. ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിക്കുകയും ഇരകളോടും ഇവരുടെ കുടുംബങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. വീരമൃത്യു വരിച്ച CRPF ജവാന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. അവരുടെ ധീരതയും ത്യാഗവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനം നൽകുന്നതാണ് എന്ന് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ഭീകരാക്രമണത്തിൽ വീണ കണ്ണീരിന് പ്രതികാരം ചെയ്യും. ശത്രുവിനോടുള്ള പ്രതികാര നടപടിയുടെ സ്ഥലവും സമയവും തീവ്രതയും രീതിയും തീരുമാനിക്കാൻ സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആളിക്കത്തുന്ന അതേ തീയാണ് എൻ്റെ ഹൃദയത്തിലുമുള്ളത്. പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിത്. ഭീകരാക്രമണത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു. ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉറപ്പു നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഭൗതികദേഹങ്ങൾ ഏറ്റെടുത്ത ദൃശ്യങ്ങൾ രാജ്യത്തിന് തന്നെ ഏറെ വൈകാരികമായാണ് അനുഭവപ്പെട്ടത്. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് സൈന്യത്തിനും ചാരസംഘടനയായ ISIക്കും നേരിട്ട് പങ്കുണ്ടെന്നാണ് ആക്രമണത്തിന് 5 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ കരസേന വ്യക്തമാക്കിയത്. ജെയ്ഷെ മുഹമ്മദ് പാക് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കാശ്മീരിൽ സേനാ നടപടികൾക്ക് നേതൃത്വം നൽകിയ 15 കോർ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലനാണ് ചൂണ്ടിക്കാട്ടിയത്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണത്തിലെ പാക് പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചത്. സൈനിക തലത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയായിരുന്നു കമാൻഡറുടെ ഈ വാക്കുകൾ. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം 12-ാം ദിനം
ഇതിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ ഫെബ്രുവരി 26-ന് ബാലക്കോട്ടിലെ ഭീകരവാദ താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ലഷ്കർ നേതാക്കളടക്കം നിരവധി ഭീകരർ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി ഭീകര ക്യാമ്പുകളും ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ തകർന്നടിഞ്ഞു. ഇന്ത്യൻ ജവാന്മാരുടെ വീരമൃത്യുവിന് അവരുടെ കുടുംബങ്ങളുടെ കണ്ണുനീരിന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടി ഇന്നും ഞെട്ടലോടെയാണ് പാകിസ്ഥാൻകാർ ഓർക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാന് നൽകിയ മറുപടി സായുധ പ്രതിരോധം മാത്രമായിരുന്നില്ല. സാമ്പത്തികമായും ഇന്ത്യ പാകിസ്ഥാനെ ഞെരുക്കി. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളുടെയും കസ്റ്റംസ് തീരുവ 200% ഉയർത്തി. അവിടം കൊണ്ടും ഇന്ത്യ അടങ്ങിയിരുന്നില്ല. പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ പെടുത്താൻ ഇന്ത്യൻ സർക്കാർ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് ആവശ്യപ്പെട്ടു. FATF പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിലനിർത്താൻ തീരുമാനിച്ചു. 2018 ജൂണിൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ അത് നിർദ്ദേശിച്ച 27 വ്യവസ്ഥകൾ പാലിക്കാൻ 2019 ഒക്ടോബർ വരെ പാകിസ്ഥാന് സമയം നൽകി. പാകിസ്ഥാൻ ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അതിനെ കരിമ്പട്ടികയിൽ ചേർക്കും. മുട്ടുകുത്തിയ പാകിസ്ഥാൻ ഫെബ്രുവരി 17-ന് സംസ്ഥാന ഭരണകൂടം വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷാ വ്യവസ്ഥകൾ പേരിന് പിൻവലിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വിമർശനം നേരിട്ട സംഭവമായിരുന്നു പുൽവാമ ഭീകരാക്രമണം. മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ആവശ്യം പുൽവാമയ്ക്കും ബാലക്കോട്ടിനും പിന്നാലെ സാധ്യമായി. 2019 മെയ് 1-ന് ഐക്യരാഷ്ട്ര സംഘടന മസൂദ് അസ്ഹറിനെ ഭീകരനായി പ്രഖ്യാപിച്ചതോടെ ഭീകരതയ്ക്കെതിരെ പ്രത്യക്ഷ നടപടിക്ക് പാകിസ്ഥാനും നിർബന്ധിതമായി. 10 വർഷമായി പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര യുദ്ധത്തിന്റെ കൂടി വിജയമായിരുന്നു UN രക്ഷാസമിതിയുടെ ഈ തീരുമാനം. പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും US ചേർന്നാണ് മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഉപസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നത്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈന മാർച്ച് 13-ന് ഇത് വീറ്റോ ചെയ്തതോടെ ഈ രാജ്യങ്ങൾ രക്ഷാസമിതിയിൽ നേരിട്ട് പുതിയ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വീറ്റോ ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കണമെന്നിരിക്കെ ചൈന രാജ്യാന്തര സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സേനാംഗങ്ങളെ ഒരിക്കലും മറക്കാനും ചരിത്ര താളുകളിൽ നിന്ന് മായ്ച്ചു കളയാനോ സാധിക്കില്ല. പുൽവാമ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് 6 വയസ്സ്. ലോകജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.